ഓണമൊക്കെ കഴിഞ്ഞ് നല്ല സിനിമകളൊക്കെ റിലീസായി ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കൊരു 3D സിനിമ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലാലേട്ടൻ്റെ ഒരു വെറൈറ്റി ജോണറിലുള്ളൊരു പടം വരുന്ന സ്ഥിതിക്ക് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. സ്പീക്കിംഗ് ഓഫ് സ്റ്റൈലിഷ് ഫിലിംസ്, ഹനീഫ് അദേനിയുടെ മാർക്കോ എന്ന് പറയുന്നൊരു അതിൽ നായകനായി വരുന്നതും ലാലേട്ടനും നായികയായിട്ട് ശോഭനയാണ് വരുന്നത്. അതുപോലെ നമുക്കൊരു അമൽ നീരദ് പടം കൂടെ വരികയാണ്. ഞാൻ ചിലപ്പോൾ വേണം ഇവൻ അനുരാഗ് കശ്യപ് അടക്കമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേർന്ന് അഭിനയിക്കുന്നൊരു സിനിമയാണ്. നമസ്കാരം, എല്ലാവർക്കും മോട്ടോ വേൾഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഓണമൊക്കെ കഴിഞ്ഞ് നല്ല സിനിമകളൊക്കെ റിലീസായി, എല്ലാവരും പോയി കണ്ടു എന്ന് വിചാരിക്കുന്നു. ഉള്ള സിനിമകൾക്കൊക്കെ നല്ല റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി വരും മാസങ്ങളിൽ, അതായത് ഇനി ഈ വർഷം 3 മാസമാണ് ബാക്കിയുള്ളത്. ഈ 3 മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുള്ള സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ ആഗ്രഹമുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഓണത്തിന് ലാസ്റ്റ് റിലീസായ കിഷ്കിന്ദ കാണ്ടോ ആയാലും അജയൻ്റെ രണ്ടാം മോഷണം ആയാലും 2 സിനിമകൾക്കും വളരെ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. ആൻഡ് നമുക്കറിയാം അജയൻ്റെ രണ്ടാം മോഷണം ഒരു 3D സിനിമയും കൂടെ ആയിരുന്നു. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് 3D സിനിമകൾ വരാറില്ല. പക്ഷേ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കൊരു 3D സിനിമ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന, പുള്ളിക്കാരൻ തന്നെ അഭിനയിക്കുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ 3-ാം തീയതിയാണ് ഇപ്പോൾ റിലീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ മാറാമെന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടിരുന്നു. പക്ഷേ സ്റ്റിൽ അത് ഈ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ നമുക്ക് ആ പടം കാണാൻ പറ്റും. അത് തീർച്ചയാണ്. ഇപ്പോൾ ഈ സിനിമ ഒരു പോർച്ചുഗീസ് മിത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഫാൻറ്റസി ജോണറിൽ പെടുന്ന സാധനമാണ്. ആൻഡ് ഒരുപാട് പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് വലിയ ടെക്നീഷ്യൻസ് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് സന്തോഷ് ശിവനാണ്. മ്യൂസിക്കിനും അതേപോലെ പിന്നെ മറ്റ് ആക്ടേഴ്സ് ആയാലും ലോകത്തിൻ്റെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അതിനെ പറ്റിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. സോ ആ സിനിമയ്ക്ക് അതിൻ്റേതായൊരു പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ്റെ ഒരു വെറൈറ്റി ജോണറിലുള്ളൊരു പടം വരുന്ന സ്ഥിതിക്ക് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞാൽ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ് വരുന്നത്. ഈ ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയുന്നൊരു ജോണറിൽ വരുന്ന സിനിമയാണ്. ഗെയിം ത്രില്ലർ ഇപ്പോൾ ഹോളിവുഡ് സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ക്വിഡ് ഗെയിം ഒക്കെ പറയുന്ന പോലെ ആ ഒരു ജോണറിൽ വരുന്നൊരു പടമാണ് എന്നാണ് നമ്മളൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ മലയാള സിനിമകളിൽ അധികം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ജോണറാണ് ഈ ഗെയിം ത്രില്ലർ. സോ ഒരു പുതുമയുള്ളൊരു സിനിമയാവും എന്നാണ് അതിൻ്റെ ഒരു ടീസർ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതികളെപ്പറ്റി നമ്മൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂട്ടീനെ വളരെ നല്ലൊരു ഗ്ലാമറസ് ലുക്കിലാണ് നമുക്ക് സിനിമയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സ്പീക്കിംഗ് ഓഫ് സ്റ്റൈലിഷ് ഫിലിംസ്, ഹനീഫ് അദേനിയുടെ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദനെ നായകനാക്കിയിട്ട്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ മാർക്കോ എന്ന് പറയുന്നത് നമ്മുടെ മിക്കായൽ എന്ന നിവിൻ പോളി നായകനായ സിനിമയിൽ വില്ലൻ കഥാപാത്രമായിട്ട് ഉണ്ടായിരുന്ന ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ഈ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ വരുന്നത്. സോ അതൊരു ടിപ്പിക്കൽ നായകൻ സ്റ്റോറി ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് തന്നെ ആയിരിക്കും ഉണ്ണി മുകുന്ദൻ ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പടമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. GR ഇന്ദു ഗോപൻ്റെ ഒരുപാട് ഫേമസ് ആയ ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഒരു നോവലായിരുന്നു വിലായത്ത് ബുദ്ധ. ഈ വിലായത്ത് ബുദ്ധ ഇപ്പോൾ അടുത്ത മാസങ്ങളിലായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. വിലായത്ത് ബുദ്ധ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് പൃഥ്വിരാജാണ്. കുറച്ചായി ഈ സിനിമയുടെ വർക്കുകൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. ഒടുവിൽ ഈ വർഷം അതിൻ്റെ റിലീസ് ഉണ്ടാവും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പം അതും വളരെ നല്ലൊരു പടമാവാൻ ഉള്ള എല്ലാ സാധ്യതയുള്ളൊരു സിനിമയാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിലൊന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. തരുൺ മൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷൻ ജാവ, അതുപോലെ നമ്മുടെ സൗദി വെള്ളക്ക എന്ന പോലുള്ള നല്ല സിനിമകൾ ചെയ്ത ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി. പോരാത്തതിന് അതിൽ നായകനായി വരുന്നതും ലാലേട്ടനും നായികയായിട്ട് ശോഭനയാണ് വരുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ശോഭനയും ലാലേട്ടനും കൂടെ ഒരുമിച്ചൊരു സിനിമ വരിക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ്. സോ അതിൻ്റെ പേരൊന്നും പുറത്തു വിട്ടിട്ടില്ല ഈ സിനിമയുടെ. പക്ഷേ ആസ് ഫാർ ആസ് ഇറ്റ്സ് കൺസേൺ വളരെ പ്രതീക്ഷയുണ്ട് എനിക്ക് ഈ സിനിമയിൽ.
ഈ വർഷം അതുപോലെ നമുക്കൊരു അമൽ നീരദ് പടം കൂടെ വരികയാണ്. ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ സ്ലോ മോഷനിൽ നടന്നു വരാൻ വേണമെങ്കിൽ ഒരു അമൽ നീരദ് പടം കൂടെ നമുക്ക് ഈ വർഷം കിട്ടുന്നുണ്ട്. ബോഗൻവില്ല എന്ന് പറയുന്ന ഒരു സിനിമയാണിത്. കുഞ്ചാക്കോ ബോബൻ നായകനായി, കുഞ്ചാക്കോ ബോബനെ കൂടാതെ ഫഹദ് ഫാസിൽ അതേപോലെ ജ്യോതിർമയൊക്കെ വീണ്ടും അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. കുറേ കാലമായി ജ്യോതിർമയിനൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടല്ലേ. സോ ജ്യോതിർമയി ഉണ്ട്, പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ആൻഡ് അമൽ നീരദ് പടം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹൈപ്പ് അതിനെന്തായാലും ഉണ്ട്. പിന്നെ ഒരു ആക്ഷൻ കാറ്റഗറിയിൽ വരുന്ന പടമാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പോസ്റ്ററിൽ മൊത്തം ചുവപ്പും തോക്കുകളും പരിപാടികളൊക്കെയാണ്. സോ കാത്തിരുന്ന് കാണാം. ആൻഡ് ഈ ലിസ്റ്റിൽ അവസാനമായിട്ട് ഞാൻ പറയുന്ന സിനിമ എന്ന് പറയുന്നത് ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന പടമാണ്. റൈഫിൾ ക്ലബ്ബ് ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. ഉടനെ അതും പുറത്ത് വരും എന്നാണ് കേൾക്കുന്നത്. സോ ഈ വർഷം തന്നെ അതിൻ്റെയും റിലീസ് ഉണ്ടാവും. ആൻഡ് ഈ സിനിമ വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന പടമാണ്. ഇപ്പം ഹിന്ദിയിൽ നിന്ന് ഇവൻ അനുരാഗ് കശ്യപ് അടക്കമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേർന്ന് അഭിനയിക്കുന്നൊരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. അതിൻ്റെ വേറൊരു വിവരവും നമുക്കറിയില്ല. എന്തിനെ പറ്റിയാണ് ഈ സിനിമ, അല്ലെങ്കിൽ ഏത് ജോണറിൽ പെടുന്നൊരു പടമാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കേട്ടിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു സിനിമയാണ്, പ്രത്യേകിച്ച് ആഷിഖ് കപൂറിനെ പോലെ ഒരു സംവിധായകൻ ചെയ്യുമ്പോൾ. സോ ഇതിൽ നമ്മൾ പറയാത്ത സിനിമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുള്ള പ്രതീക്ഷയുള്ള ഞാൻ പറയാതെ പോയിട്ടുള്ള വല്ല സിനിമകളും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.